സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയുമാണ് കുറഞ്ഞത്. 1,09,880 രൂപയിലാണ് ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 13,735 രൂപയായി. പവൻ വില 600 രൂപ ഇടിഞ്ഞ് 1,09,880 രൂപയിലെത്തി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 11,290 രൂപയായി. 14 ക്യാരറ്റിന് ഗ്രാമിന് 8,790 രൂപയും 9 ക്യാരറ്റ് ഗ്രാമിന് 5,670 രൂപയുമാണ് ഇന്നത്തെ വില. വെള്ളിവില കഴിഞ്ഞ 5 ദിവസമായി മാറാതെ നിൽക്കുകയാണ്. ഗ്രാമിന് 250 രൂപയാണ് വില. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനുള്ള ചൊവ്വാഴ്ചത്തെ സമയപരിധിക്ക് മുന്നോടിയായി US-ഇറാൻ സാഹചര്യത്തിലെ കൂടുതൽ സൂചനകൾക്കായി നിക്ഷേപകർ കാത്തിരുന്നതോടെ രാജ്യാന്തര സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയതാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. ഔൺസിന് $4,649 വ്യാപാരം നടക്കുന്നത്. MCX-ലും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. $ഡോളർ സൂചിക 100-ന് മുകളിൽ തുടരുന്നതും ലാഭമെടുപ്പും വിലയെ സ്വാധീനിച്ചു. ഇറാനെതിരെയുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന നിലപാടുകളെ തുടർന്ന് ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 മുകളിൽ തുടരുന്നത് US ഡോളറിന്റെ മൂല്യം വർദ്ധിപ്പിച്ചു. ഇന്ന് ബ്രന്റ് ക്രൂഡ് 1% ഉയർന്ന് ബാരലിന് $111 ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇറാനെ തകർക്കാൻ കഴിയുമെന്ന് ട്രംപ് ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്തുവന്ന US തൊഴിൽ കണക്കുകളും പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചതായിരുന്നു. മാർച്ചിൽ 1,78,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും തൊഴിലില്ലായ്മ നിരക്ക് 4.3% കുറയുകയും ചെയ്തത് വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്നുണ്ട്. യുദ്ധത്തിലും പലിശ നിരക്കുകളിലുമായിരിക്കും വിപണിയെ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ വിതരണത്തിലെ കുറവ് മൂലം എണ്ണവില വീണ്ടും ഉയരും. ഇത് പണപ്പെരുപ്പ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത് ഫെഡറൽ റിസർവ് നയങ്ങളിൽ ഇളവ് വരുത്താനുള്ള സാഹചര്യം കുറയ്ക്കുന്നു. എണ്ണവില ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ പലിശ നിരക്ക് ഉയർത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായേക്കാം. ഇത് സ്വർണ്ണവിലയെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമല്ല. അതേസമയം ഇന്നൊരു പവൻ സ്വർണം ആഭരണമായി വാങ്ങണമെങ്കിൽ വിലയായ 1,09,880 രൂപയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലി, സ്വർണത്തിന് പണിക്കൂലിക്ക് 3% നികുതി, 45 രൂപ ഹോൾമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയും ചേർത്ത് 1,13,230 രൂപയെങ്കിലും നൽകേണ്ടി വരും. പണിക്കൂലി കൂടുതലുള്ള ആഭരണമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വില ഇനിയും കൂടും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.